ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എത്ര പെട്ടെന്ന് ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ വേവുന്നൊരു നേരം മാത്രമേ ഉള്ളൂ. ചിക്കന് വേണ്ടി ഒരു ഗ്രേവി ആക്കി വെക്കുന്നുണ്ട്. അത് നമുക്ക് ആക്കി വെച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം വരെ എത്തും. നമ്മളങ്ങനെ കുറച്ചേ ആക്കി വെക്കും. അത് പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോയി വന്നാൽ പെട്ടെന്ന് ഒരു ചോറും കറിയും വെക്കണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്ക് കഴിയും. അങ്ങനത്തെ ഒരു മസാലയാണ് ഞാൻ ഗ്രേവി ആക്കി വെച്ചത്. 2 പ്രാവശ്യം ഞാൻ ആക്കി. അത് പല വിധത്തിൽ നമുക്ക് കറി തയ്യാറാക്കാം. തേങ്ങ വറുത്തരച്ച് അതും വേറെ ഒരു ഡബ്ബയിൽ ആക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 3-4 തരം ആ മസാലേനെ കൊണ്ട് നമുക്ക് കറിയാം. പച്ചക്കറിയും ആക്കാം, പിന്നെ ചിക്കൻ കറിയും ആക്കാം, മീൻ കറി തെക്കോട്ടുള്ള മീൻ കറി എങ്ങനെയാണ് അതും നമുക്കാക്കാം. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു മുട്ട ഉണ്ടെങ്കിൽ മുട്ടക്കറിയും ആക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഗ്രേവിയാണ് ഇത്. വലിയ വലിയ ഹോട്ടലോ അവിടെ ഇവിടെയെല്ലാം കാണുന്ന ഒരു ഗ്രേവി മസാലയാണ്. നമ്മളിപ്പം പോയി കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ചൂടോടെ കിട്ടുമല്ലോ. അങ്ങനെ ഉള്ള ഒരു നല്ലൊരു ഗ്രേവി ആക്കി വെക്കുന്നതാണ് ഇത്. നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കാം ചിക്കൻ റെഡി നോക്കാം. നമുക്ക് വീട്ടിലേക്ക് പോകാം. ആദ്യം നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരേ ഒരു ഉള്ളിയും ഒരേ ഒരു തക്കാളിയും മാത്രമേ എടുത്തിട്ട്, കുറച്ച് കരിയാമ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 ചുള വെളുത്തുള്ളി, ലേശം മല്ലിച്ചപ്പ്, ഇത്രയേ വേണ്ടു. എണ്ണയും വേറെ ഒരു സാധനവും വേണ്ട. ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് ചിക്കന് അനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. വേറെ നമുക്ക് ചീനിച്ചട്ടി വെക്കാം. ഇന്ന് കാണുന്ന നാളെല്ലാം വീഡിയോ കുറവായിരുന്നു. ഇന്ന് ഇടാൻ നമുക്ക് കുറച്ച് സമയം പുറത്ത് പോകേണ്ടി വന്നായിരുന്നു. സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ ഇട്ടാണ്. പിന്നെ ഇന്നലെ കറണ്ട് പോയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് വീഡിയോ കുറഞ്ഞു പോയത്. അല്ലാണ്ട് വേറെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. വീഡിയോ നമ്മൾ ഇടും. എണ്ണ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. കൂടുതൽ എണ്ണേൻ്റെ ആവശ്യമില്ല ഇതിൽ. ലേശം എണ്ണ ഇട്ട് ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ഉള്ളി കട്ടായിട്ട് എടുക്കാം. ഒരേ ഒരു ഉള്ളീൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതിന്. അത് നമുക്ക് നീളത്തിലും കട്ട് ചെയ്യാം, ചെറുതായിട്ടും കട്ട് ചെയ്യാം. എണ്ണ ചൂടായി. നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിൻ്റെ നല്ലൊരു സ്മെല്ല് വരും എണ്ണയിൽ. ഇഞ്ചി ഒരു ചെറിയ ബ്രൗൺ കളർ അടിച്ച് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മളുള്ള വെളുത്തുള്ളി അതൊന്ന് അതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ഒന്ന് കാത്തിക്കുക. അതിൻ്റെ ഒരു നല്ല മണം വന്ന് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരേ ഒരു ഉള്ളി മതി, കൂടുതലൊന്നും വേണ്ട. ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട്, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഹോട്ടലിലെല്ലാം ചെറുതായിട്ട് അങ്ങനെ മുറിക്കാണെങ്കിൽ അങ്ങനെ മുറിക്കാം, ഇങ്ങനെ മുറിക്കാം. ഞാനിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തതാണ് ഉള്ളത്. ഇനി അതൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് കാത്തിട്ട് ബ്രൗൺ കളർ അടിച്ച് ഇനി നമുക്ക് കരിയാമ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഈ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം. തക്കാളിൻ്റെ ലേശം ഒന്ന് വേവുന്നവരെ 2 മിനിറ്റ് മതി. ഇനി നമുക്ക് ഈ എടുത്ത് വെച്ച ഗ്രേവി ഇട്ട് കൊടുക്കാം. മസാല ആക്കി വെച്ച മസാല മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നമുക്ക് ഉള്ളിയും തക്കാളി ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ഈ മസാലയിൽ മാത്രം ആക്കാം. പെട്ടെന്ന് കറിയാക്കണം എന്നെങ്കിൽ അത് മുറിക്കണം എന്നില്ല. പിന്നെ ഇത് മേലെ കാണാനൊരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് ഒരു ഉള്ളി ഒരു തക്കാളി മുറിച്ചിട്ടത്. കരിയാമ്പിലയും മല്ലിച്ചപ്പും മാത്രം ഇട്ടായി. ഇത് നല്ലൊരു ഇതായിട്ട്. ഇനി എരിവ് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർക്കാം, ലേശം മഞ്ഞൾ പൊടി. ഇത് നല്ലോണം നല്ലൊരു ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ല ഇളക്കി നല്ലൊരു ഇതായിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു മസാല മഞ്ഞളും ഉപ്പും മാത്രം ഇട്ട് കൊടുക്കണ്ടു.
ആവശ്യത്തിന്. ഇനി ഇതിൽ നമുക്ക് കഴുകി വെച്ച ചിക്കൻ നമ്മൾ കഴുകിയിട്ട് ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് ഇട്ടിന് ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് പോയി വന്നാൽ ഈ മസാല ആക്കി വെച്ചാൽ നമുക്ക് 3-4 തരം കറിയിൽ തൈരിട്ടിട്ട് നമുക്ക് വേറൊരു കറിയാക്കാം, പച്ചക്കറിയാക്കാം, മുട്ടക്കറിയാക്കാം, വേറെ വിധത്തിൽ ചിക്കൻ കറി എല്ലാം 3-4 വിധത്തിലാക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചിക്കൻ പോകാനായിട്ട്. ഒന്നും കൂടി ഇളക്കി കൊടുത്ത് മൂടി വെക്കാം നമുക്ക്. കറി മൂടി വെക്കാം. വേവുന്നേരം നമുക്ക് ചിക്കൻ റെഡിയായോന്നൊന്ന് തുറന്ന് നോക്കാം. ചിക്കനെല്ലാം നല്ല ഇതായിട്ടുണ്ട്, നല്ല കട്ടിയായിട്ടുണ്ട്. ഒക്കെ സ്ലോ ആക്കി കൊടുക്കുക. തെറിക്കുന്നുണ്ട്, നല്ല കട്ടിയാണ്, നല്ല കുഴമ്പ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് എന്നും തണിയുന്ന സമയത്ത് എന്നും നല്ല കട്ടിയായിട്ട് വരും. ഇത് കുറച്ച് ചാറേ നമുക്ക് ഒഴിക്കണ്ട്. ഇങ്ങനെ ആക്കിയാൽ നല്ല നമുക്ക് കുറച്ച് കറി ഒഴിച്ച് കഴിക്കാം. നോക്കാം ഇതെങ്ങനെ ഉണ്ട് എന്ന്. ഉപ്പെല്ലാം കണക്ക് ഉപ്പെല്ലാം സൂപ്പറാണ്, നല്ല അടിപൊളിയാണ്. ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് നല്ലൊരു ടേസ്റ്റ് ചിക്കനാണ്. ഇതുപോലെ നിങ്ങൾ ഗ്രേവി ആക്കിയിട്ട് ഇങ്ങനെ ആക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, എഴുതിയാൽ മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രേവി ആക്കേണ്ട വിധം ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെ വെച്ചാൽ ഗ്രേവി ആക്കേണ്ട വിധം ഞാൻ പറഞ്ഞു തരും. സൂപ്പറാണ്. ഈ ഗ്രേവി ആക്കി വെച്ചാൽ 3-4 തരം കറി നമുക്കാക്കാം പെട്ടെന്ന്. നമുക്ക് ഒരു ഉള്ളി ഒരു തക്കാളി ഇട്ടിന് അതും നമുക്ക് ആക്കേണ്ട ആവശ്യമില്ല. മസാലയിൽ തന്നെ ഒരു ലേശം എണ്ണ ഒഴിച്ചിട്ട് നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് തന്നെ നമുക്ക് ഉള്ളി ഇതൊന്നും ഇല്ലാണ്ട് ആ മസാലയിൽ തന്നെ കരിയാമ്പലി ഇട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് നല്ല ലേശം എണ്ണ ഒഴിച്ചിട്ട് ആ ഗ്രേവി ഇട്ട് കൊടുത്താൽ മതി. എരിവാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് എരിവ് ഇട്ടാൽ മതി. ഓരോരുത്തർക്ക് കൂടുതൽ എരിവ് വേണം. പക്ഷേ ഈ ഗ്രേവിയിലെല്ലാം ചേർത്തിട്ടുണ്ട്. 10 മസാലകളും ഗരം മസാലകളും ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും ഉണ്ട്, എല്ലാം ഉണ്ട്. ചിക്കൻ മസാല എല്ലാം ഇതാക്കിയിട്ട് റെഡിയാക്കി വെക്കുന്നതാണ്. 1 മാസം വരെ നമുക്ക് വെക്കാം. പക്ഷേ നമ്മളൊന്നും 1 മാസം വരെ വെക്കലില്ല. മിനിമം 1 ആഴ്ച നമ്മൾ ഇത് ആക്കി വെക്കും. അതേപോലെ നമുക്ക് തേങ്ങ അരച്ചിട്ട് ഗ്രേവി ആക്കിയിട്ട് ഇതേപോലെ വെക്കാം. അന്നേരം നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ വറുത്തരച്ച തേങ്ങക്കറിയും ആക്കാം, വറുത്തരച്ച മുട്ടക്കറിയും ആക്കാം. ഇങ്ങനെ അത് രണ്ടും ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ എവിടെയും പോയി പെട്ടെന്ന് നമുക്കൊരു ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് തണിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കട്ടിയാവും. നല്ല ഇത് ആക്കി നോക്കിയാൽ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം അറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരെയും നിർബന്ധിക്കുന്നില്ല. ഇഷ്ടമുള്ള ആൾക്കാർ കാണുക, ഇഷ്ടമില്ലാത്ത ആളോട് നമ്മൾ നിർബന്ധിക്കുന്നില്ല. പിന്നെ വീഡിയോ ഇടുന്നത് നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് താല്പര്യമാണ് വീഡിയോ ഇടുന്നതിന്. അതിൽ മറ്റുള്ളവർക്കും അഭിപ്രായം പറയാം. ഇഷ്ടമുള്ള ആൾ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. ആരെയും നിർബന്ധിക്കുന്നില്ല. വീഡിയോ ഇടണ്ടെന്ന് പറയാനോ ഇതാക്കാനോ ആർക്കും ഒരു ഇതില്ല. അങ്ങനെയൊരു കമൻറ്റ് എൻ്റെ ഇതിൽ വന്നിട്ടില്ല. ഭർത്താവിൻ്റെ ഇതിൽ കമൻറ്റ് ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ പിന്നെ മോശമായിട്ടല്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് നമ്മളാ തീരുമാനിക്കണ്ടേ, മറ്റുള്ള ആളല്ല തീരുമാനിക്കേണ്ടത്.
നമ്മൾ ജീവിക്കണോ നമ്മൾ മരിക്കണോ നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് നമ്മളെ തീരുമാനിക്കുക. അത് ഈ വീഡിയോ കാണുന്ന ആളോ ആര് പറഞ്ഞാലും നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്നും ചെയ്യും, നമുക്ക് വാശി കൂടിയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ എനിക്ക് തെറ്റ് നമ്മൾ ചെയ്യാത്ത എടുത്ത് നമ്മൾ പറയുന്ന സമയത്ത് ഒരു വാശി കൂടുന്ന ഒരു ടൈപ്പാണ്. എന്ന് വെച്ചാൽ എനിക്ക് തെറ്റില്ലെങ്കിൽ നമ്മൾ ആരുടെ മുമ്പിലും നമ്മൾ താകാൻ പാടില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമേ നമ്മൾ തലകുനിക്കാൻ പാടുള്ളൂ. അത് ഏത് വലിയ കൊമ്പത്തിരിക്കുന്ന ആളായാലും വയ്ക്കില്ല. തെറ്റുണ്ടെങ്കിൽ മാത്രം അവരുടെ മുമ്പിൽ തലകുനിക്കും. അത് ചെറിയ കുട്ടികളായാലും പോലും ഞാൻ തലകുനിച്ച് കൊടുക്കും. പക്ഷെ തെറ്റ് ചെയ്യാണ്ട് നമ്മളെ ആക്ഷേപിക്കുമ്പം അതാരായാലും വിട്ടുകൊടുക്കുന്ന ഒരാളല്ല ഞാൻ. എന്നുവെച്ചാൽ അന്നെയോ എൻ്റെ ഭർത്താവിനെയും ആരിതാക്കി കഴിഞ്ഞാലും ഞാൻ വെറുതെ ഇവിടെ എൻ്റെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, നമ്മൾ രണ്ടാളും സ്നേഹത്തോടെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായാലും ദുഃഖമായാലും നമ്മൾ ഒരുമിച്ച് സന്തോഷമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. എനിക്ക് ഒരു നല്ല കമൻറ്റ് വിട്ട ആൾക്കാരുണ്ട്. ഗൾഫിൽ നിന്നെല്ലാം ഭർത്താവിന് എനിക്ക് നല്ലൊരു കമൻറ്റ് വിട്ടിട്ടുണ്ട്, നമ്മളെ വീഡിയോ ഇഷ്ടമായിന്ന് പറഞ്ഞ്. അവർക്കെല്ലാം എൻ്റെ ഭർത്താവിനെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ അവർ വീഡിയോ ഇടാൻ പറയുന്നുണ്ട്. നന്നായി എല്ലാവരും ഭർത്താവിന് എഴുതുന്നുണ്ട്, പിന്നെ ഫേസ്ബുക്കിൽ പിന്നെ പറയുന്നുണ്ട്, വാട്സപ്പിലായിട്ട് പറയുന്നുണ്ട് ഇഷ്ടമായിന് വീഡിയോ, നല്ലതാ വീഡിയോ. അതുകൊണ്ട് അവർക്കെല്ലാം നമ്മളെ രണ്ടാളെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. അതുകൊണ്ട് എന്നും നമുക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം, നിങ്ങളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എന്നും ഈ സ്നേഹവും ഈ കരുതും നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ എൻ്റെ ഗോഡ് ഈസ് ലവ് ചാനലിൽ എല്ലാവരും കണ്ട് അത് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമുള്ള ആൾക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഇതാക്കുക. എന്നാൽ ഓക്കെ, ചിക്കൻ കറി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.